തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന പി.വി. അൻവർ കേരളത്തിൽ യു.ഡി.എഫുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് വ്യക്തമാക്കി. കേരളത്തിൽ തിരിച്ചെത്തിയാൽ ഉടൻ കോൺഗ്രസ് ലീഗ് നേതാക്കളെ കാണുമെന്നാണ് റിപ്പോർട്ട്. ഡൽഹിയിൽ നിന്ന് ശരത് ലാലുണ്ട് വിശദാംശങ്ങളുമായി. ശരത്ത്, കോൺഗ്രസിൽ ചേരുമെന്നടക്കമുള്ള ഈ അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്നലെ ഇപ്പോൾ TMCയിലേക്ക് പി.വി. അൻവറിന് ക്ഷണമുണ്ടാകുന്നത്. ഇന്നിപ്പോൾ മമതാ ബാനർജിയും ഇന്നിപ്പോൾ പി.വി. അൻവർ എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളെ കാണാനിരിക്കുകയാണ്. ഈ പി.വി. അൻവർ MLA സ്ഥാനത്ത് തുടരുന്നതൊക്കെ സംബന്ധിച്ച ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇതുമായൊക്കെ ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? ആതിര, ഇന്നലെ വളരെ അപ്രതീക്ഷിതമാണ് ഇന്നലെ തൃണമൂൽ കോൺഗ്രസ് സോഷ്യൽ പ്ലാറ്റ്ഫോം എക്സിലൂടെ പി.വി. അൻവർ അംഗത്വമെടുത്ത കാര്യം വ്യക്തമാക്കുന്നത്, പി.വി. അംഗത്വം നൽകിയ കാര്യം വ്യക്തമാക്കുന്നത്. കൽക്കത്തയിൽ പി.വി. അൻവർ പാർട്ടി ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയുമായി ാണ് അംഗത്വം സ്വീകരിക്കുകയും ചെയ്തത്. അതിനു മുമ്പേ തന്നെ മമതാ ബാനർജിയുമായി അദ്ദേഹം നേരിട്ട് ചർച്ച നടത്തിയിരുന്നു. ഇതേ തുടർന്ന് കേരളത്തിൽ എത്തുമ്പോൾ യു.ഡി.എഫുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നാണ് അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം തൃണമൂലിന്റെ മുഖ്യശത്രു BJPയും അതേപോലെ തന്നെ CPM-ഉമാണ്. ആ രാഷ്ട്രീയ ലൈന് തന്നെയാണ് തന്റേതും. അതുകൊണ്ട് തന്നെ കേരളത്തിൽ താൻ വിവാഹനം ചെയ്യുന്ന രാഷ്ട്രീയ ലൈനിൽ ഏറ്റവും യോജിച്ച ഒരു പാർട്ടിയാണ് തൃണമൂൽ എന്നും അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും കേരളത്തിലെ തൃണമൂലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തമായ ഒരു ആയുധമായ ഒരു പാർട്ടിക്ക് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി, ഒരു MLA സ്ഥാനമുള്ള അല്ലെങ്കിൽ കുറച്ച് വോട്ടുകൾ നേടാൻ കഴിയുന്ന ഒരു ദേശീയ പാർട്ടിയായി തൃണമൂലിനെ അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വോട്ടിംഗ് ശതമാനം ഉയർത്താൻ, തൃണമൂലിന്റെ ചിഹ്നത്തിൽ ഉയർത്താൻ അൻവറിന് കഴിയുമെന്നതാണ് ഇതിൽ TMCയുടെ കണക്കുകൂട്ടൽ. ഏതായാലും UDF-ന്റെ ഭാഗമായി തന്നെ മുന്നോട്ട് പോകാനാണ് മമതാ ബാനർജി അൻവറിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം ഒരു MLA സ്ഥാനം തൃണമൂലിനെ സംബന്ധിച്ചോളം ബംഗാളിന് പുറത്ത് ഒരു MLA സ്ഥാനം ലഭിക്കുക എന്നത് ദേശീയ പാർട്ടിയാവാനുള്ള തൃണമൂലിന്റെ ആഗ്രഹത്തിന് വലിയൊരു കാരണമാകും. അതുകൊണ്ട് തന്നെയാണ് UDF-മായി സഹകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശം മമതാ ബാനർജി നൽകിയിരിക്കുന്നത്. ഇത് തന്നെയാണ് അൻവറിന്റെയും രാഷ്ട്രീയ ലൈൻ. ഏതായാലും കേരളത്തിൽ ലീഗ് അടക്കമുള്ള പാണക്കാട് തങ്ങളടക്കമുള്ള, അതേപോലെ രമേശ് ചെന്നിത്തല അടക്കമുള്ള, കെ സുധാകരൻ അടക്കമുള്ള UDF നേതാക്കളുമായി ചർച്ച നടത്തുമെന്നാണ് അൻവർ വ്യക്തമാക്കുന്നത്. ഏതായാലും അൻവർ ഉടനെ തന്നെ കേരളത്തിലേക്ക് തിരിച്ചെത്തും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം സംബന്ധിച്ച അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. കാരണം മമതാ ബാനർജിയുമായിട്ട് ഒരു വാർത്താ സമ്മേളനം അദ്ദേഹം നടത്തുമെന്നായിരുന്നു ഇന്നലെ നമുക്ക് ലഭിച്ചു വരുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ആതിര. ശരി, ശരത് ലാലാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.